തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മിനി സ്റ്റേഡിയം നവീകരിക്കാനായി പദ്ധതി ആവിഷ്കരിച്ച ശേഷം ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് ജില്ലാ ഭരണകൂടം ഒഴിഞ്ഞുമാറുന്നു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ പഞ്ചായത്ത് മുഖേന സ്റ്റേഡിയം നിർമ്മിക്കാമെന്ന് നിർദ്ദേശിക്കുകയും തുടർന്ന് പദ്ധതി ആവിഷ്കരിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്ത ശേഷമാണ് ജില്ലാ ഭരണകൂടം ഫണ്ടില്ലെന്നറിയിച്ചത്. ഇത് സ്റ്റേഡിയം നവീകരിക്കുമെന്ന പ്രത്യാശയിൽ കഴിഞ്ഞിരുന്ന നാട്ടുകാരും സ്കൂൾ അധികൃതരും കായിക പ്രേമികളും തീർത്തും നിരാശരായി. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്റ്റേഡിയം നവീകരിക്കാനായി പദ്ധതി തയ്യാറാക്കണമെന്ന് ജില്ലാ ഭരണകേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം വന്നത്. എസ്റ്റിമേറ്റിന്റെ 10% അതത് സ്ഥാപനങ്ങൾ വഹിച്ചാൽ ബാക്കി തുക സർക്കാർ നൽകുമെന്നായിരുന്നു വ്യവസ്ഥ. ഇതുപ്രകാരം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയും കായിക പ്രേമികളുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. യോഗത്തിൽ വെച്ച് സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഈ സബ് കമ്മിറ്റി 18 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അധികൃതർക്ക് സമർപ്പിച്ചിരുന്നു. തുടർന്ന് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ഒന്നുകൂടി വിപുലപ്പെടുത്തി എസ്റ്റിമേറ്റ് തുക നിലവിലുള്ളതിനേക്കാൾ വർദ്ധിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി അയക്കണമെന്ന് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് 24,40,000 രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് കൈപ്പറ്റിയ ശേഷം കഴിഞ്ഞ ദിവസമാണ് സ്റ്റേഡിയം നവീകരണത്തിന് ഫണ്ടില്ലെന്ന ജില്ലാ കളക്ടറുടെ അറിയിപ്പ് സ്കൂളിന് ലഭിച്ചത്. ഇന്ത്യൻ താരങ്ങളടക്കം 1 ഡസനോളം പ്രൊഫഷണൽ ഫുട്ബോൾ പ്രതിഭകൾക്ക് ജന്മം നൽകിയ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ ശക്തമായ ജനരോഷം ഉയരുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.